നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രാമർ എന്നുള്ള ചാപ്റ്ററിലെ യൂണിറ്റ് 2 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്നുള്ള ചാപ്റ്ററാണ്. എന്താണ് പ്രിപ്പോസിഷൻ? വാട്ട് ഈസ് പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് or group of words that is placed before a noun or a pronoun to show their relationship with the other words in a sentence. അതായത് ഒരു വേർഡ്സിൽ നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുമ്പ് സെൻറ്റൻസിൽ അതായത് അതിൻ്റെ വേർഡ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണിത് നമ്മുടെ പ്രിപ്പോസിഷൻസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. Read the sentences below. You can see some blanks to be filled. In order to complete the meaning as well the structure, we have to insert some words. Can you attempt? അതായത് നമ്മളടുത്ത് ഇവിടെ പ്രിപ്പോസിഷൻസ് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഓഫ് ഓർ ഓഫ് മൂന്നെണ്ണമാണ് ഇവിടെ വരുന്നത്. നോക്കാം. My English teacher Miss Mary terrified all of us. All of us. She hadn't the slightest interest in popularity or even in getting to know us. There was total silence in every lesson. These lessons were inspired. She could take a poem and have us, a class of 12 years old, completely entranced. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഓഫ് ആയിരുന്നു, സെക്കൻഡ് ഇന്ന്, തേർഡ് ഇന്ന്, ഫോർത്ത് ഇൻ, ഫിഫ്ത്ത് ഓഫ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടെ എന്താ ലുക്ക് അറ്റ് ദി ഗിവൺ ബിലോ പാസേജ് ക്യാൻ യു ഐഡന്റിഫൈ ദി പ്രിപ്പോസിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രിപ്പോസിഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രിപ്പോസിഷൻസ് ആർ വൺ ഓഫ് ദി ട്രിക്കിയസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ സ്റ്റുഡൻസ് ടു ഗെറ്റ് their heads around. This is mainly down to the multiple meaning of each one, the difficulty of recognizing them in speech because they have so few syllables or are monosyllabic in many cases, and the vastly different meanings they carry compared to the learners' own languages. The English language has about 60 to 70 different prepositions. It's no wonder our students dread the thought of them, but the good news is that you can make them much less painful. ഇതിൽ നമ്മളടുത്ത് പ്രിപ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പോസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിപ്പോസിഷൻസ് ആർ വൺ ഓഫ് എന്നുള്ളത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. നെക്സ്റ്റ് വൺ ഓഫ് ദി തിക്കിയസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് ദി അഗെയിൻ വരുന്നു ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ സ്റ്റുഡൻസ്. ഫോർ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ഫോർ സ്റ്റുഡൻസ് to get their heads around. This is mainly down to എന്നുള്ളത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. down to the multiple meanings of each one. ഓഫ് എന്താണ്? അതും പ്രിപ്പോസിഷൻ ആണ്. the difficulty of again of preposition, recognizing them in speech because they have so few syllables or monosyllables in many cases, and the vastly different meanings they carry compared to the learners' own languages. The English language has about 60 to 70 different prepositions. It's no wonder our students dread the thought of them, but in good often of a preposition ആണ്. good news in that you can make them much less painful. ഇതിൽ ബിക്കോസ് ആണെങ്കിലും അതുപോലെ എറൗണ്ട് എന്നുള്ളതൊക്കെ പ്രിപ്പോസിഷൻസിൽ വരുന്ന വേർഡ്സ് തന്നെയാണ്.
നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇൻ ദി അബോവ് ഗിവൺ പാസേജ് യു ക്യാൻ ഐഡന്റിഫൈ പ്രിപ്പോസിഷൻസ് 4 ഓഫ് 2. അതായത് നമ്മളുടെ അടുത്ത് 3 ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ബിക്കോസും എറൗണ്ടും മാർക്ക് ചെയ്യാതെ പോയത്. അത് ഓഫ് 4 2 3 പ്രിപ്പോസിഷൻസ് which shows how the forms a class words, noun or a pronoun are related to the other words in the sentences. In other words, prepositions show how two words are linked. എങ്ങനെയാണ് രണ്ട് വേർഡ്സിന് എന്ത് പ്രിപ്പോസിഷൻസ് ലിങ്ക് ചെയ്തിട്ടുള്ളത് നോക്കാം. ദി ഗേൾ സാറ്റ് ഓൺ ദി മാറ്റ്. ഓൺ എന്താണ് പ്രിപ്പോസിഷൻ ആണ്. ദി റാറ്റ് റാൻ അണ്ടർ ദി ഷെഡ്. അതിൽ അണ്ടർ എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്. നെക്സ്റ്റ് ദി സൺ ഡ്രോപ്ഡ് ബിലോ ദി ഹൊറിസോൺ. ബിലോ എന്നുള്ളതും എന്താണ് പ്രിപ്പോസിഷനിൽ വരുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് പോയിന്റ്സ് ടു റിമെമ്പർ തന്നിട്ടുള്ളത്. നമ്മൾ പ്രിപ്പോസിഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ദേ ആർ ക്ലോസ്ലി ക്ലാസ് ഓഫ് വേർഡ്സ് which means no new prepositions get added to the language. We use a fixed set of prepositions. അതായത് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് അർത്ഥം എന്താണ്, പുതിയ പ്രിപ്പോസിഷൻസ് ഒന്നും ഭാഷയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അതിനെ അർത്ഥാക്കുന്നത്. അതായത് എന്താ പ്രിപ്പോസിഷൻസ് which means no new prepositions get added to the language. അതായത് ഭാഷയിൽ പുതിയ തരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വി യൂസ് എ ഫിക്സഡ് സെറ്റ് ഓഫ് പ്രിപ്പോസിഷൻ. അതുകൊണ്ട് നമുക്ക് ഫിക്സഡ് സെറ്റ് ഓഫ് പ്രിപ്പോസിഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുതിയതൊന്നും അതിൽ വരാൻ സാധ്യതയില്ല എന്നാണ് കണക്കാക്കുന്നത്. പ്രിപ്പോസിഷൻസ് ഡു നോട്ട് ഹാവ് എനി അതർ ഫോം. പ്രിപ്പോസിഷൻസിന് എന്താണ് വേറെ ഫോംസ് ഒന്നും ഇല്ല. They cannot be plural, possessive, inflection or anything else. അതായത് എന്താ പ്രിപ്പോസിഷൻസിന് യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ഡു എന്താ ഫോർ ആണെങ്കിൽ ഫോർ, ഓഫ് ആണെങ്കിൽ ഓഫ്, ടു ആണെങ്കിൽ ടു, അങ്ങനെയാണ് വരുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും വരാറില്ല. കാരണം എന്തിനാ, അത് ഒരു പൊസസീവ് ഫോമോ അല്ലെങ്കിൽ പ്ലൂറൽ ഫോമോ ഇൻഫ്ലക്ഷൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമുകളോ ഒന്നും തന്നെ അതിന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിപ്പോസിഷൻസിന് യാതൊരു മാറ്റങ്ങളും ഇല്ല എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദി തേർഡ് പോയിന്റ്, most of the prepositions have many different contextual uses, so it is easy to be confused about prepositions. അതായത് പല പ്രിപ്പോസിഷൻസും പല രീതിയിൽ പല സന്ദർഭങ്ങളിലും ആയിരിക്കും പല രീതിയിലായി ഉപയോഗിക്കുക. അതുകൊണ്ട് അതെന്താണ് വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. Prepositions can be of 1, 2, 3 or even more words. Prepositions with 2 or more words are called compound prepositions. അതായത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ്. ചിലപ്പോൾ അത് 2 or 3 വാക്കുകളായി കണ്ടെന്നിരിക്കാം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻസ് ഓഫ് എ ടൈം ഉണ്ട്, അതുപോലെ പ്രിപ്പോസിഷൻ ഓഫ് എ പ്ലേസ് ആൻഡ് ഡയറക്ഷൻ, പിന്നെ പ്രൈസൽ പ്രിപ്പോസിഷൻ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഇൻ എന്നുള്ള, അതായത് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. Prepositions of a time shows the relationship of time between the nouns to the other parts of a sentence. At, on, at, in, from, to, for, since, ago, before, till, or, until, by, etc. are the most common prepositions of time. അതായത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഫോർ, ഇൻ, അറ്റ്, ഓൺ, ഫ്രം, ടു, സിൻസ്, എഗോ, ബിഫോർ, ടിൽ, അണ്ടിൽ, ബൈ എന്നുള്ളത്. ദേ സ്റ്റാർട്ട് വർക്കിംഗ് അറ്റ് 11 AM. അതവരുടെ സമയത്ത് ടൈമിനെയാണ് കാണിക്കുന്നത്. ദി ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഓൺ 25th October. ദർ ആർ ഹോളിഡേയ്സ് ഇൻ ഓഗസ്റ്റ്. അതുപോലെ ലൈല ഹാസ് ബീൻ ഇൽ സിൻസ് മൺഡേ. ഇനി ഇവിടെ പ്രിപ്പോസിഷൻസും
ടൈമും നേച്ചറും തന്നിട്ടുണ്ട്. ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ നോക്കാം. മന്ത് ഓർ ഇയേഴ്സിലാണ് നമ്മൾ അവിടെ കാണിക്കുമ്പോൾ ഇൻ ഫെബ്രുവരി ഇൻ 2005 അതാണ് ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻസ് ആണ് ടൈമിനെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പർട്ടിക്കുലർ ടൈം ഓഫ് എ ഡേ ഓർ എ മന്ത് ഓർ ഇയർ, അതായത് ഒരു പർട്ടിക്കുലർ എടുത്തു പറയുന്ന ഡേയോ അല്ലെങ്കിൽ മന്തോ വർഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദി ഈവനിങ് അല്ലെങ്കിൽ ഇൻ സമ്മർ, in the second week of July. Third one, a century or a specific time in past or future. അതായത് നമ്മളെ സെഞ്ചുറീസിനെ, അതായത് വർഷങ്ങളെ കാണിക്കാനും ഒരുപാട് സെഞ്ചുറീസിനെ കാണിക്കാനും ആ പാസ്റ്റിലുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാനൊക്കെ എന്ത് ചെയ്യാറ് ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇൻ സ്റ്റോൺ ഏജ്, ഇൻ 18th century. നെക്സ്റ്റ് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ആണ്. ഡേനെ കാണിക്കാൻ ഓൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓൺ മൺഡേ, ഓൺ ഫ്രൈഡേ. പിന്നെ അതുപോലെ ഡേറ്റുകളെ കാണിക്കാൻ ഓൺ 7th of April, പർട്ടിക്കുലർ ഡേറ്റിനെ കാണിക്കാൻ, അതായത് ഓൺ മൈ ബർത്ത്ഡേ, ഓൺ അവർ ആനിവേഴ്സറി, നമ്മുടെ ആനിവേഴ്സറീസ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ്, ബർത്ത്ഡേ ദിവസം. അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ടൈം ഓഫ് എ ക്ലോക്ക്, ക്ലോക്കിലെ സമയത്തെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറ്. അറ്റ് 11 o'clock. അതുപോലെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ടൈം, വളരെ ചുരുക്കിയതുമായിട്ടുള്ള സമയത്തെ കാണിക്കാനും എന്ത് ചെയ്യാറുണ്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് ബെഡ് ടൈം. നെക്സ്റ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പ്രിപ്പോസിഷൻസ് ഓഫ് എ ടൈം ആയിരുന്നു. ഈ പ്രിപ്പോസിഷൻസ് ഓഫ് എ പ്ലേസ് ആൻഡ് ഡയറക്ഷൻ ആണ് പറയാൻ പോകുന്നത്. പ്ലേസ് ആൻഡ് ഡയറക്ഷനിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഓൺ, അറ്റ്, ഇൻ, ഇൻ ടു, ബൈ, ഫ്രം, ടു, ടുവാർഡ്സ്, അപ്പ്, ഡൗൺ, across, between, among, through, behind, above, over, under, below are the most common prepositions of a place and direction. അതായത് ഈ പറഞ്ഞ പ്രിപ്പോസിഷൻസ് ആണ് സമയത്തെയും അതുപോലെ ഡയറക്ഷനെയും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ, ഷീ ഈസ് അറ്റ് സ്കൂൾ, he came from China, we live across the street. പിന്നെ അതുപോലെ ഇൻ ദി മോസ്റ്റ് യൂസ്ഡ് പ്ലേസ് ഹാവിങ് എ സം സോർട്ട് ഓഫ് എ ഫിസിക്കൽ ഓർ വെർച്വൽ ബൗണ്ടറിയെ കാണിക്കാനും എന്ത് ചെയ്യാറുണ്ട് ഈ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇൻ എ ഹോൾ, ഇൻ ദി ബോക്സ്, ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ അതുപോലെ സർഫേസ്, യൂഷ്വലായിട്ട് സർഫേസിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ പ്ലേസ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതായത് എക്സാമ്പിൾ, ഓൺ ദി ടേബിൾ, ഓൺ എ മാപ്പ്, ഓൺ എ സ്പേസ്. പിന്നെ അതുപോലെ സ്പെസിഫിക് പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സ്പെസിഫിക് പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ദി എൻട്രൻസ്, അറ്റ് ദി ബോട്ടം ഓഫ് എ ഗ്ലാസ്, അറ്റ് ദി എഡ്ജ്. നെക്സ്റ്റ്, expressing where and when are two key roles for a preposition, but they have other roles too. For example, they might show possession or purpose. അത് നമ്മൾ പൊസഷനെ കാണിക്കാൻ അല്ലെങ്കിൽ പർപ്പസിനെ കാണിക്കാൻ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ വരുന്നതാണ് വിഷസ് ഓഫ് ദി പീപ്പിൾ. ഹിയർ ദി പ്രിപ്പോസിഷൻ ഓഫ് ഷോസ് എ പൊസഷൻ. ഓഫ് ആണ് അധികം പൊസഷനായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ഓപ്പണിംഗ് ജാർസ് എന്നുള്ള ഫോർ എന്നുള്ള പ്രിപ്പോസിഷന് പർപ്പസിനെയാണ് അവിടെ കാണിക്കുന്നത്. ഇനി അത് അടുത്തതായിട്ട് വരുന്നത് ഫ്രേസൽ പ്രിപ്പോസിഷൻസ് ആണ്. എന്താണ് ഫ്രേസൽ പ്രിപ്പോസിഷൻസ് നോക്കാം. എ ഫ്രേസൽ പ്രിപ്പോസിഷൻസ് ഈസ് നോട്ട് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്, ബട്ട് ദേ ആർ എ കോമ്പിനേഷൻ ഓഫ് എ ടു ഓർ മോർ വേർഡ്സ് വിച്ച് എ ഫങ്ഷൻസ് ആസ് എ പ്രിപ്പോസിഷൻ. അതായത് ഫ്രേസൽ പ്രിപ്പോസിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികം വേർഡ്സ് കൂട്ടിച്ചേർത്ത് വരുന്ന കോമ്പിനേഷനായിട്ട് വരുന്ന പ്രിപ്പോസിഷൻസിനെയാണ് എന്താ പറയുന്നത് ഫ്രേസൽ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചെണ്ണത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എലോങ് വിത്ത്, അപ്പാർട്ട് ഫ്രം, ബിക്കോസ് ഓഫ്, ബൈ മീൻസ് ഓഫ്, അക്കോർഡിംഗ് to, in front of, contrary to, in spite of, an account of,
in reference to, in addition to, in regard to, instead of, on top of, out of, with regard to, etc. are the most common phrasal prepositions. An example, they along with their children went to Atlanta. Well, according to the news rules, you are not right. നെക്സ്റ്റ് ഇവിടെ എക്സസൈസ് തന്നിട്ടുള്ളത് പ്രിപ്പോസിഷൻസ് വെച്ച് ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമതായിട്ട് വരുന്നത് ഈസ് ദർ എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഡേഷ് ടുഡേയ്സ് പേപ്പർ. ഏത് പ്രിപ്പോസിഷനാണ് വരിക? ഇൻ ടുഡേയ്സ് പേപ്പർ. ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻസ് ആണ് വരുന്നത്. ഇൻ ടുഡേയ്സ് പേപ്പർ. നെക്സ്റ്റ് മണി ഈസ് ഇൻ ദി സൊല്യൂഷൻ dash every problem. To every problem. To every problem. Third one, there has been an increase dash the amount of a traffic using the road. അവിടെ ഏതാ വരിക? in the amount of the traffic using the road. Next, fourth one, the advantages of having a car is that you don't have to rely on public transport. Don't have to rely on public transport. നെക്സ്റ്റ് ഫിഫ്ത്ത്, അതായത് ഒന്ന് വരുന്നത് ടു എന്നും പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓൺ എന്നുമാണ്. ഫിഫ്ത്ത് വൺ, ദർ ആർ എ മെനി അഡ്വാൻറ്റേജസ് ദേഷ് ബീങ് ഏബിൾ ടു സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ് ടു ബീങ് ഏബിൾ ടു സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ്. Next one, everything can be explained. There's a reason for everything. For everything. Next, when Mia left home, his attitude to many things seemed to change. Too many things. Next, Ram and I used to be good friends, but I don't have much a contact with him now. John did a very good drawing to his brother. What was Sarah's reaction to the news? Sita took a picture for me holding the baby. The Amazon flows into the Atlantic Ocean. Next year, 13th one, I don't like cities. I had much a prefer to live in the country. My office is at the top floor. It's on your left as you come out of the lift. Next you another, Marshall is French. He has just returned to France after 2 years in Brazil. ഇത്രയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് എന്താ? ഇന്ന്, ഓണ്, അറ്റ്, ഈ 3 പ്രിപ്പോസിഷൻസ് കൂടാതെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിൽ അറ്റ്, ഓണ്, ഇന്ന്, ഫ്രം, ടു, ഫോർ, സിൻസ്, എഗോ, ബിഫോർ, ടിൽ, അണ്ടിൽ, ബൈ ഇത്രയും വരുന്നുണ്ട്. അത് കൂടാതെ പ്ലേസ് ആൻഡ് ഡയറക്ഷനിൽ ഓണ്, അറ്റ്, ഇന്ന്, ഇൻറ്റു, ബൈ, ഫ്രം, ടു, ടുവാർഡ്സ്, അപ്പ്, ഡൗൺ, അക്രോസ്, ബിറ്റ്വീൻ, എമംഗ്, ത്രൂ, ബിഹൈൻഡ്, എബോവ്, ഓവർ, അണ്ടർ, ബിലോ. പിന്നെ അത് കൂടാതെ നമ്മൾ ഫ്രേസൽ പ്രിപ്പോസിഷൻ പഠിച്ചു. അതായത് 2 വേർഡ്സ് വരുന്ന തരത്തിലുള്ളതാണ് ഫ്രേസൽ പ്രിപ്പോസിഷൻസ്. അലോങ് വിത്ത്, അപ്പാർട്ട് ഫ്രം, ബിക്കോസ് ഓഫ്, by means of, according to, in front of, contrary to, in spite of, on account of, in reference to, in addition to, in regard to, instead of, on top of, out of, with regards to. ഇത്രയാണ് ഫ്രേസൽ പ്രിപ്പോസിഷൻസ് വരുന്നത്. ഇതിലാകെ ഒരു എക്സസൈസ് തന്നിട്ടുള്ളൂ. അതും കൂടെ വായിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫിനിഷ് ആയി. ഇത്രയേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.